കൊതുകാണെന്നൊന്നും നോക്കൂല. ഒരൊറ്റ വെടിയായിട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ല മനുഷ്യനെ മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കൂല. എന്തൊരു കഷ്ടമാണ്. നമസ്കാരം സാറേ. എന്താടോ നമസ്കാരമുണ്ട്. അത് പറയാനാ നേരം വെളുക്കുമ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അല്ല അതല്ല, ഈ താറാവിന്റെ താറാവിന്റെ അതിവിടെ അല്ല. അതാ ആ മൂന്നാമത്തെ വീടില്ല അവിടെ താറാമുട്ട, കാടമുട്ട, കോഴിമുട്ട എല്ലാം കിട്ടാൻ കൂടിയില്ലേ? അതല്ല, ഈ താറാവ് നിൽക്കുന്നതെന്ന് പറയില്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ? താറാവല്ല, പാറാവ്. അതല്ലേ അത് ശരി, അതറിയാൻ വേണ്ടിട്ട് വന്നാരാ? എന്താ പരാതി എന്തെങ്കിലും ഉണ്ടോ? പരാതി ഒന്നുമില്ല. പിന്നെ ആരെങ്കിലും കാണാൻ വന്നതാ? കാണാനൊന്നല്ലപ്പാ. അല്ലെങ്കിൽ നിനക്ക് കാണാൻ പറ്റിയ ആരും ഇല്ല ഇവിടെ. അതൊന്നും വിട്ടോ. അല്ല അതല്ല സാറേ, ഞാനേ ഒരു ആഗ്രഹം കൊണ്ടുവന്നതാ. അന്നങ്ങ് തന്നിട്ട് പോട്. അതല്ല, ഈ ഞാനിതുവരെ ഈ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാന്ന് കണ്ടിട്ടില്ല. പോലീസ് സ്റ്റേഷൻ ഇത് തന്നെയാണ്, കണ്ടില്ലേ? അല്ല അത് കണ്ടിന്, പുറത്തുനിന്നെല്ലാം കണ്ടിന്, സിനിമയിലൊക്കെ കണ്ടിന്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അതൊരു വല്ലാത്ത ആഗ്രഹമാണല്ലോ കാണാൻ വേണ്ടി. നമ്മൾ ദുബായ് കാണുക, അമേരിക്ക കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ പോലീസ് സ്റ്റേഷൻ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു ആഗ്രഹം. പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹം പോലീസ് സ്റ്റേഷന്റെ ഉള്ളൊന്ന് കാണണോ, അങ്ങനെ ഒന്ന് ഇതാക്കണോ. ഇതങ്ങനെ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല, സാധാരണ എല്ലാ സർക്കാർ സ്ഥാപനം പോലെ തന്നെയാ. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ യൂണിഫോം ഉണ്ട്, ഇങ്ങനെയുള്ള ചില സംവിധാനങ്ങൾ. തേങ്ങ പൊളിക്കലുണ്ട് ഇടാ? തേങ്ങ പൊളിക്കാനല്ലോ ഇത് പാരയൊക്കെ പിടിച്ചിട്ടാണ്. ഓക്കാണ്, മനസ്സിലായില്ലേ? ഇതുണ്ടല്ലേ, ഇത് പണ്ടേ ഉള്ള ഒരു സിസ്റ്റം ആണ് ഇങ്ങനെ. ഞാനിപ്പോ ചില സമയത്ത് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഇത് അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് നമുക്ക് ഈ കൈയിന്റെ പൊക്കത്തിൽ കുറച്ച് മുകളിലേക്കൊക്കെ ഉള്ള ചക്കയൊക്കെ ഉണ്ടല്ലോ, അത് ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അതിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ തെര നിറച്ചിട്ട് ഒരൊറ്റ വെടി അങ്ങോട്ട് വെച്ചാൽ മതി. തെരയോ? തെര കടലല്ലേ? അതല്ലാന്ന്, ഈ വെടിയുണ്ടക്ക് തെര എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്, മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഒരു 10 പ്രാവശ്യം വെടി വെച്ചെന്ന് വെച്ചോ, ഒരു 2 ലക്ഷ്യത്തിലെത്തും, ബാക്കിയൊക്കെ മിസ്സാവുമല്ലോ. അത് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണല്ലോ. അതുകൊണ്ട് പണ്ടാരോ പറഞ്ഞതാ തരാന്നുള്ളത്. അടിപൊളിയാ. അല്ല ഞാൻ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്റെ നെഞ്ഞത്തേക്ക് തന്നെ ചെക്ക് ചെയ്യണം അല്ലേ? ഇപ്പൊ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വേറെയും തോക്കുകളുണ്ട്. ഈ അടുത്ത് എന്തെങ്കിലുമൊക്കെ കസർത്ത് കളിക്കോ? വിട്ടോ, അങ്ങനെ വിട്ടോ 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 വിട്ടോ. നടക്കൂല. വരുന്നതിന് മുന്നേ പോയിക്കോ. ഇതെന്താ കൈക്കൂലിയോ? കൈക്കൂലിയല്ല, ചായ കുടിക്കാൻ വേണ്ടിട്ട്. ഇതാ ചായ കുടിക്കാനാ? ഒന്ന് കേറിയിട്ട് ഒന്ന് കൈക്കൂലി ഞാൻ വാങ്ങൂലേ? അല്ല, ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനോട് നമ്മളൊരു വിരോധമൊന്നും കാണിക്കാൻ പാടില്ലല്ലോ. അതല്ലേ ഇവിടെ 100 ഉറുപ്പ്യ കേടുന്നാട് മര്യാദക്ക് ഒരു ചായയും കരിയും കിട്ടുക. ആള് മോശമില്ലല്ലോ. ഇതാ കുഴപ്പമില്ല, അങ്ങോട്ട് വാ. SI വരുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. അധികം നേരം ഒരു സൈഡിൽ പാവത്തിന് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളൂ. കണ്ടാ, വലിയ പ്രത്യേകതകളൊന്നുമില്ല. കൈവിലങ്ങ് പ്രതിയോ? ഞാൻ ആദ്യമായിട്ടാ പ്രതിയല്ല കാണുന്നത്. സെൽഫി എടുത്താലോ? വേണ്ടപ്പാ, അത്രക്ക് മഞ്ചൊന്നും ഇല്ല. ഞാൻ നോക്കിക്കോളൂ, ഇവനെ ഞാൻ നോക്കിക്കോളൂ. എന്താ പേര്? പ്രതീക്ഷ. ഒരു പ്രതീക്ഷയില്ല അല്ലേ പുറത്തിറങ്ങുന്നല്ലേ? എങ്ങനെ സുഖം തന്നെയാ? ഭയങ്കര ചൂടാന്ന്. കൊതുകടിയോ? എന്റെ അമ്മ ഫുള്ള് കൊതുകല്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ ശിക്ഷയത് കൊതുക് കടിക്കല. കൊതുകിനെ കൊണ്ട് കടിപ്പിക്കലേ. പാറാവുകാരനല്ല കൊതുകടി കൊണ്ടിട്ട് ഉറങ്ങലുണ്ടാവില്ലല്ലോ. അയാള് രാത്രി ആകുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇട വരും. എന്നോട് പറയും സ്റ്റേഷൻ മൊത്തം നോക്കിക്കോളൂ, എന്നിട്ട് ആടെ പോയിട്ട് ചുരുൾകൂടി കിടന്നു തുടങ്ങും. ഇത് രാവിലെ തന്നെ പരിപാടി, തോക്കും പിടിച്ചിട്ട് ഒരേ ഉറക്കം. ഇത് മൊത്തം നോക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളെ കേസ് എന്താണ്? സ്വർണ്ണം എടുത്തതാ കല്യാണ വീട്ടിൽ നിന്ന്. പക്ഷെ സ്വർണ്ണം ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. കല്യാണത്തിന് പോയി. എല്ലാ പ്രതികളും പറയും സ്വർണ്ണം എടുത്തിട്ടില്ല എന്നൊക്കെ. 2 കിട്ടുമ്പോ അങ്ങ് സമ്മതിക്കല. സത്യം ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്താണ് രണ്ടാൾ കൂടി? മൂലക്ക് അവിടെ നിന്നോട്ടോ. സാറ് വന്നു കഴിഞ്ഞാല് പ്രശ്നമാണ്. എന്തൊക്കെയാ ഭയങ്കര സന്തോഷത്തിനാണല്ലോ സാറ്. ഒന്നും പറയണ്ട, ഞാൻ യൂട്യൂബിലേക്കുള്ള വീഡിയോന്റെ ഒരു റിഹേഴ്സലായിരുന്നു. അല്ല, പുതിയ വീഡിയോ ഇറങ്ങിയോ? പുതിയ വീഡിയോ ഇറങ്ങിയല്ലോ. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ? കഴിഞ്ഞ വീഡിയോ എത്രയായി? അത് 3K വ്യൂസും പിന്നെ 300 കമന്റ്സും കിട്ടി. കമന്റ്സ് കുറെ വായിച്ച് എന്റെ സാറ് എന്തിനാ അങ്ങനെ അച്ഛനമ്മേനെ പറയിപ്പിക്കുന്നത്? എന്ത് ജാതി തെറിയ ഓരോരുത്തർ എടോ, അതൊക്കെ ഞാനൊരു പൂച്ചണ്ടായിട്ടാണ് കരുതുന്നത്. അച്ഛനമ്മേനെ തെറി വിളിക്കുന്നത്. അതായത് നമുക്ക് ഈ തെറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാലോ. ഇവിടെ പ്രതികളെ വിളിക്കാൻ ഉപയോഗിക്കാലോ. അതൊരു അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ല
എടുത്തെന്താ ഇത്ര സമയത്ത് ഇവിടെ ആരും വന്നില്ല? ആ ഇന്നലെ വൈകുന്നേരം മുതൽ ഇതാ സ്ഥിതി. ഞാൻ മാത്രമേ ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എവിടെ പോയി? നമ്മളെ സന്തോഷിന്റെ ഭാര്യ പ്രസവിച്ചല്ലോ. അപ്പൊ എല്ലാരും അതിന്റെ ചെലവെന്നും പറഞ്ഞു പോയി. അല്ല, സന്തോഷിന്റെ ഭാര്യ പ്രസവിച്ചതിന് സ്റ്റേഷൻ മൊത്തം ലീവാക്കി പോവുക. ഇന്നലെ എന്തോ സന്തോഷിന്റെ വക എന്തോ ചെറിയൊരു പാർട്ടി ഉണ്ടെന്നാ പറഞ്ഞത്. ഓ അപ്പൊ എന്നെ മാത്രം വിളിച്ചില്ല അല്ലേ? കാരണം മാത്രല്ല ഞാനും പോയില്ലല്ലോ. ഞാനും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ല, എന്തായാലും പ്രൊമോഷൻ ചോദിച്ചിന്റെ അടുത്തേക്ക് തന്നെ വരും. എടോ, ഞാനൊരു കാര്യം മറന്നു. ഇവിടുത്തെ കാര്യങ്ങൾ കുറെ ഒക്കെ കാണണമെന്ന് പറഞ്ഞല്ലേ? കണ്ടില്ലല്ലോ അടിപൊളിയാ സാറിന് ഇങ്ങനെ. ഏതാ കള്ളനെ വരി പതുങ്ങിക്കണേ? ഇറങ്ങി വിടാ പുറത്തേക്ക്. കള്ളനല്ല അതൊരു പ്രത്യേക കേസാ. എന്താടോ? അല്ല ഇതൊന്നും പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്നതാ. കുഴപ്പമില്ല. ഇയാളെ കൊണ്ട് ഭയങ്കര പ്രശ്നമല്ലേ? എടോ, ഞാൻ പറഞ്ഞല്ലോ ഇത് പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടവർക്ക് വന്ന് കയറാനുള്ള സ്ഥലമല്ല. മാതൃകാ പോലീസ് സ്റ്റേഷൻ പുറത്ത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഇങ്ങനെ കയറി വന്ന് പൊതുജനങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇറങ്ങി പോടോ. ഓരോ ചെങ്ങായിമാർ രാവിലെ തന്നെ വന്നോളൂ. എന്താണത്? പൈസയോ? എത്ര റുപ്യുണ്ട്? 500. എന്താണ് പ്രശ്നം? ഞാനിത് ഒന്ന് കണ്ട് സംസാരിക്കാം, സാറേ ഒന്ന് പരിചയപ്പെടാം. അങ്ങനെ ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല സാറേ, എനിക്ക് കുറച്ച് സംഗതികൾ അറിയാനുണ്ട് സാർ. എന്താ അറിയണ്ട? ഇരുന്ന് സംസാരിക്കാം. അയ്യോ സോറി, ഞാനേ ആ പൈസ വാങ്ങണതിൽ പെട്ടെന്ന്. അല്ല സാറേ, ഞാൻ പറയാൻ വിചാരിച്ചത്, നമ്മൾ ഈ സാറ് കുറെ കേസൊക്കെ തെളിയിച്ചല്ലേ? ഇഷ്ടം പോലെ. അതെ. എത്ര കേസ്? ഏറ്റവും കൂടുതൽ തെളിയിച്ചതാ? ഏറ്റവും കൂടുതൽ തെളിയിച്ചത് കളവ് കേസ്. നമ്മൾ ഒരു മോഷ്ടാവ് ഒരു വീട്ടിലേക്ക് കയറുമ്പോ എങ്ങനെയാ സാറേ ഉണ്ടാവും നിങ്ങളെ പരിചയം വെച്ചിട്ട്? അതായത് മോഷ്ടാവ് ഒരു വീട്ടിലേക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടാവ് ആദ്യം വീടിന്റെ ഓടിളക്കിയിട്ടാണ് അകത്തേക്ക് ഇറങ്ങാം. സാറേ, ഇപ്പൊ ഏതെങ്കിലും കള്ളൻ ഓട് കയറി പോവുക? അല്ല, വാർപ്പ് വീടാണ്. ബാക്കിലെ കഥക് പൊളിച്ചിട്ടാ കയറുക. അന്നോട് ഇപ്പോഴും ചോദിച്ചേ. ഞാനുണ്ട് ഇവിടെ SI ആയിട്ട്. മിണ്ടി പോരുത്. അതായത് ഇപ്പൊ ഓട് വീട് എവിടെ ഇല്ല, വാർപ്പ് വീടാണ്. അപ്പോ ബാക്കിലെ വാതില് പൊളിച്ചിട്ടാണ് അകത്ത് കിടക്കുക. അത് ശരി, മനസ്സിലായില്ലേ? അകത്ത് കിടന്നാൽ പിന്നെ അങ്ങോട്ട് കയറുക. അകത്ത് കിടന്നാൽ ഇവർ ആദ്യം ബെഡ്റൂം എവിടെയാന്ന് നോക്കും. അല്ല സാറേ, അലമാര. മുട്ടുകാലിയാ കയറ്റും. മനസ്സിലാക്കണോ? ഒരക്ഷരം മിണ്ടരുത്. ഞാനുണ്ട് ഇവിടെ SI ആയിട്ട്. മനസ്സിലായോ? അതായത് അലമാര ആണ് ഇവരാദ്യം നോക്കുക. പിന്നെന്താണ് സാർ നോക്കുന്നത്? താക്കോലൊക്കെ കാണാൻ. താക്കോല് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് മിണ്ടാതെ പറയണോ? ഒരു പൈന്റ് പഠിച്ചു തരുമോ? അതൊരു പുസ്തകം തരും. എവിടെയുള്ള പറയടാ സാറേ. ഒന്നുകിൽ അലമാരന്റെ മുകളില്, അല്ലെങ്കിൽ കിടക്കേന്റെ അടിയിൽ, അല്ലെങ്കിൽ മാലേന്റെ ലോക്കറ്റ്. ഇത്രേ ഉള്ളൂ. അതല്ലേ? അതായത് ഒന്നുകിൽ അലമാരന്റെ മുകളില്, അല്ലെങ്കിൽ കിടക്കേന്റെ അടിയിൽ, അല്ലെങ്കിൽ മാലയിൽ ലോക്കറ്റായിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് ഇറങ്ങി പോടാ. ഇങ്ങോട്ട് പോടാ. ബോച്ചന്റെ ഫിഗർ ആയിട്ട് ഇറങ്ങിക്കോ. എടാ, ഈ എങ്ങനെയാടാ കല്യാണം വീട്ടിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി? ഇല്ല സാർ, ഞാൻ കല്യാണം ആൾക്ക് കൃത്യമായിട്ട് അറിയാം. നീ ആ കല്യാണ വീട്ടില് ബാക്കിലെ വാതിൽ കൂടെ കേറി അലമാര ചെന്ന് സ്വർണ്ണം എടുത്ത് അവിടുത്തെ കിടക്കേന്റെ അടിയിൽ നിന്ന് താക്കോൽ എടുത്തിട്ടാണ് ഈ സ്വർണ്ണം അടിച്ചു മാറ്റിയത്. എന്റെ സാറ്, ഞാൻ സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ പറയണോ? ഞാൻ കല്യാണത്തിന് പോയിനി, ഭക്ഷണം കഴിച്ചിനി. ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണോ അവിടുത്തെ സ്വർണ്ണം കാണാതെ ആവുക? എന്റെ സാറേ, രാത്രിയില് ഞാനൊന്ന് ആദ്യ രാത്രി കാണാൻ വേണ്ടിട്ട് ആദ്യ രാത്രി. എടാ, ആദ്യ രാത്രിയൊക്കെ മൊബൈലിൽ കണ്ടാ പോരാ? എനിക്ക് എത്ര യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ, സിനിമയിലൊക്കെ ഉള്ള. അതല്ല സാറേ, ലൈവായിട്ട് കാണുന്ന സുഖം ഭയങ്കരാണ്. കണ്ടോ? ഞാനൊന്ന് പണിയെടുത്തെന്ന് അറിയാ. ഞാൻ ഈ 8 മണിയാകുമ്പോ ടെറസിന്റെ മുകളിൽ കയറിയിട്ട് സീറ്റ് അങ്ങ് പിടിച്ചു. അല്ല, ടിക്കറ്റ് എടുത്ത് കയറാതെ മെഗാ ഷോ ഒന്നല്ലല്ലോ അവിടെ നടക്കണേ. എന്റെ മനസ്സിൽ മെഗാ ഷോ ആയിരുന്നു. പക്ഷെ അവിടെ നടന്നത് ഒരു ഏകാംഗ നാടകമായിരുന്നു. അതായത് മണിയറിയിലേക്ക് ഞാൻ നോക്കി നിൽക്കുമ്പോ കല്യാണച്ചക്കൻ ഇങ്ങനെ മന്ദം ഇങ്ങനെ വരികയാണ്. രാത്രിയാവട്ടെ ഈ പന്തം കൊണ്ടുവരുന്നത്? പന്തല്ലടോ, മെല്ലെ ഇങ്ങനെ വരികയാണ്. നോക്കുമ്പോ നല്ല അടിപൊളി കിടക്ക, കിങ് സൈസ് കിടക്ക. എന്താ രസം നിറ കിടക്കാണ്. ആ കിടക്കയില് മുല്ലപ്പൂ ഇങ്ങനെ വാരി വെതറിയിട്ടിരിക്കുന്നു. അത് കാണാൻ തന്നെ കണ്ണിനെന്തൊരു കുളിർമ, നല്ല സ്മെല്ലുവാ. ഒരു സൈഡില്
ഒരു നല്ല ഗ്ലാസ്സിൽ നിറച്ച് ശുദ്ധമായ പശുവിൻ പാൽ. നല്ല ആംബിയൻസ്. എന്നിട്ട് പിന്നെ ആപ്പിൾ ഉണ്ട്, തൊട്ടപ്പുറം മുന്തിരി ഉണ്ട്, പൈനാപ്പിള്, ഫ്രൂട്ട് സലാഡിന്റെ ഒരു തരം തിന്നുന്ന കാര്യമൊക്കെ അവിടെ നിർത്ത്, ബാക്കി കാര്യം പറയേ. ഇത് കല്യാണച്ചക്കം വന്നിട്ട് ഈ പാലും പഴങ്ങളും ഈ മുല്ലപ്പോലും വാരി വലിച്ചെറിഞ്ഞ് കരച്ചല്. എന്ത് കാര്യത്തിന്? എന്തിന്? ഇവിടെ പെണ്ണുണ്ടല്ല, ആദ്യ രാത്രി തന്നെ പെണ്ണ് വേറെ ചെക്കൻ്റെ അപ്പുറം ഒളിച്ചോടിയെന്ന്. ഷോ പൊളിഞ്ഞില്ലേ? അതെ, ഷോ പൊളിഞ്ഞല്ല. ഈ നമ്മളെ നാട്ടിലൊക്കെ ഷോ പൊളിഞ്ഞാല് എന്താ പൊതുവെ നാട്ടുകാർ ചെയ്യാ? കൂവൂലേ? ഞാനും അവിടെ നിന്ന് കൂവി. ഈ കൂവലും അവിടെ ഉണ്ടായ നാട്ടുകാരൊക്കെ വേറെ കയറി വന്ന് എന്നെ അങ്ങ് പിടിച്ചിട്ട് നിങ്ങൾക്ക് തന്നു. അല്ലാണ്ട് ഞാൻ കല്യാണ വീട്ടിൽ പോയി എന്നല്ലാണ്ട് ഞാൻ സ്വർണ്ണം എടുത്തിട്ടില്ല. ദൈവ സത്യം, എന്നെ വിശ്വസിക്കും വിശ്വസിക്കാൻ പറ്റുന്ന കഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് നല്ലപോലെ ഒന്നും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല സാർ, സത്യമാണ് സാർ. പിന്നെ സാറേ, സാറ് പന്തീരങ്കാവുന്നല്ലേ കല്യാണം കഴിച്ചത്? കുമാരാട്ടന്റെ മോള. റെഡി. അതെങ്ങനെ അറിയാ? ഞാനാ കല്യാണത്തിന് ഉണ്ടായിനി. അതെയാ? എന്നാ പിന്നെ ആ കഥ പറഞ്ഞ ആദ്യ രാത്രി. അല്ല, ഉച്ചക്ക് ചോർന്നിട്ട് വേഗം പോയിണ്ടാവില്ലേ? ഇല്ല സാറേ, ഞാൻ മൊത്തത്തിൽ കല്യാണത്തിന് മൊത്തം അവിടെ തന്നെ ഉണ്ടായിനി. അധികം എന്താ പറയാണ്ട് കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഈ ശൗര്യം ആ രാത്രി കണ്ടില്ലല്ലോ. കൂട്ടുകാരനെ പോയിട്ട് മേഡം ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. മേഡത്തിന് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അല്ല, മേഡം ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. മേഡം ഇതിന് അങ്ങോട്ട് വന്നത്? എന്റെ മകന്റെ കല്യാണം ഒന്നും നടക്കുന്നില്ലല്ലോ, താൻ അങ്ങോട്ട് വരാൻ. എന്താ ഇതെന്തുവാടോ ഇത്? എന്താ മേഡം? പോലീസ് സ്റ്റേഷനാണോ? ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടെ? ഒരു എമർജൻസി കേസ് വന്നപ്പോൾ എല്ലാവരും ലീവ് എടുത്ത് പോയി മേഡം. എന്താ എമർജൻസി കേസ്? അതായത് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ CPO സന്തോഷിന്റെ ഭാര്യ ചെറുതായിട്ടൊന്ന് പ്രസവിച്ചു. ചെറുതായിട്ട്? ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ ചെറുതായിട്ട് അപ്പൊ എല്ലാരും കൂടെ ലീവ് എടുത്ത് പോയി. കേസിന് പോയതാ. പ്രസവ കേസാ. ഒരു സ്റ്റാഫ് ഭാര്യ പ്രസവിച്ചപ്പോഴത്തേക്കും എല്ലാവരും ലീവ് എടുത്ത് അങ്ങ് പോയി. നാണമില്ലേടോ? ഞാനതാ ചോദിക്കണേ മേഡം, ഇവർക്കൊന്നും നാണല്ലേ? മേഡത്തിന് ഇത്ര നാണക്കേട് തോന്നുന്നുണ്ട്, എനിക്ക് എത്ര നാണക്കേടുണ്ടോ? പ്രഷറാണെന്ന്. നമുക്കൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു പ്രഷറിന്റെ ഗുളിക വാങ്ങി കഴിച്ചാലോ? എടോ, ആ പ്രഷർ അല്ല, മുകളിൽ നിന്ന് ഭയങ്കര പ്രഷറാണെന്ന്. എന്ത് കാര്യത്തിന് മേഡം? എടോ, MLA-യുടെ അമ്മാവന്റെ മോന്റെ വീട്ടിൽ നിന്നാണോ 100 പവൻ മോഷണം പോയത്? അതിന്റെ പ്രഷറാണെന്നാ പറഞ്ഞത്. മേഡം, അതിനെ പറ്റി പേടിക്കണ്ട. ആ കേസിലെ പ്രതിയെ ഞങ്ങൾ വളരെ തന്ത്രപരമായിട്ട് പിടികൂടി. ഇതാ അതിനകത്ത് കിടക്കണതാ. ഇതാ ഇയാളാണ്. ഇതാ ഇറങ്ങി വേണം അങ്ങോട്ട്. മേഡം കാണട്ടെ, ഇറങ്ങി വാ. ഇതാ ഇയാളാണ് ആ കേസിലെ നാട്ടുകാർ പിടികൂടിയ പ്രതി. ഇയാളോ? ആണ് മേഡം. അന്നത്തെ ദിവസം ആ രാത്രി ടെറസിന്റെ മുകളിൽ ആൾക്കാർ കണ്ടുപിടിച്ചു കൊണ്ടുവന്നതാണ്. ഇയാളല്ല പ്രതി, ഇയാളല്ല. എടോ, ഇയാള് പ്രതി അല്ലെന്ന്. മേഡം എത്ര ഉറപ്പിച്ച് പറയാനെന്താ കാര്യം? എടോ, എന്നാ കല്യാണ വീട്ടിലെ പാചകത്തിലുണ്ടായിരുന്ന മനുഷ്യൻ പറഞ്ഞതിന് പ്രകാരം നമ്മൾ ഒരു രേഖാചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രേഖാചിത്രത്തിൽ വരച്ചിരിക്കുന്ന അയാളാണ് താൻ നോക്കണം. ഇവനെ നല്ല പരിചയമുണ്ടല്ലോ. നോക്കട്ടെ സാറേ. അല്ലേ? ശരിയാ, കണ്ടു നല്ല പരിചയം. നോക്കട്ടെ സാറേ. സാറേ, ഇയാളല്ലേ? എനിക്ക് നേരത്തെ ഒരു ഉടായ്പ മറന്നതാ. വേഷം കെട്ടെടുത്ത് ഇങ്ങോട്ട് വരാനല്ല സാറേ. എടാ, അപ്പൊ പിന്നെന്തിനാടാ ഈ പോലീസ് സ്റ്റേഷൻ കാണാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്തത്? നമ്മുടെ കേരള പോലീസിലെ സാർ എപ്പായാലും ഈ കേസ് തെളിയുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് അതിനു മുമ്പേ വന്ന് പോലീസ് സ്റ്റേഷൻ പരിചയപ്പെട്ടിട്ട് ഒരു റിഹേഴ്സൽ നടത്തിയതാ. ഇത് റിഹേഴ്സല്, അടുത്തത് ടേക്ക്. അയാളെ പിടിച്ച് അകത്തിടറോ, അയാളെ പിടിച്ച് പുറത്തു വിടറോ? ടേക്ക്